തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുമ്പോൾ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കുമുള്ള ആശങ്ക EVM അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തന്നെയാണ്. EVM സ്വാധീനം ചെലുത്തിയില്ല എങ്കിൽ BJP ഇത്തവണ 180 സീറ്റിൽ ഒതുങ്ങുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ശക്തി പ്രകടനം മാത്രമായിരുന്നില്ല, ഈ രാജ്യത്തിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ നാന്ദി കുറിക്കൽ കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്നലെ ഡൽഹി രാംലീല മൈതാനത്ത് നടന്ന മഹാറാലി. ഡൽഹി മുഖ്യമന്ത്രിയും AAP കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ, അതുപോലെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്ത്യ മുന്നണി ആഹ്വാനം ചെയ്ത ലോകതന്ത്ര ബച്ചാവോ അഥവാ സേവ് ഡെമോക്രസി റാലിയിലേക്ക് 10,000-കണക്കിന് പ്രവർത്തകരാണ് ഒഴുകിയെത്തിയത്. ഇത് ഇന്ത്യ സഖ്യത്തിൻ്റെ വലിയ വിജയമായിരുന്നു. ആ റാലിയിലാണ് രാഹുൽ ഗാന്ധി ഇന്നത്തെ ഇന്ത്യ രാജ്യത്തിൻ്റെ ആശങ്ക പങ്കുവച്ചത്. EVMകൾക്ക് പുറമെ ഒത്തുകളി, സോഷ്യൽ മീഡിയ, മാധ്യമങ്ങളെ സമ്മർദ്ദത്തിലാക്കൽ എന്നിവയില്ലാതെ BJPക്ക് 180 സീറ്റുകളിൽ കൂടുതൽ വിജയിക്കാനാവില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. ക്രിക്കറ്റിൽ മാച്ച് ഫിക്സിംഗ് നടത്തുന്നത് പോലെ തെരഞ്ഞെടുപ്പിലും മാച്ച് ഫിക്സിംഗ് നടത്തി വിജയിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും ശ്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ ഓർമ്മപ്പെടുത്തി. തെറ്റ് ചെയ്യാത്ത പ്രതിപക്ഷ നേതാക്കളെ ഓരോരുത്തരായി ജയിലിൽ അടക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അതുവഴി പ്രതിപക്ഷത്തെ ഏത് തരത്തിലും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെയാണ് കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതും. അന്വേഷണ ഏജൻസികളെ വരുതിയിലാക്കിയുള്ള നീക്കത്തെ ഈ രാജ്യത്തെ ഓരോ ജനങ്ങളും എതിർക്കേണ്ടതുണ്ടെന്നും നരേന്ദ്രമോദിയുടെ കീഴിൽ ഈ രാജ്യത്തിൻ്റെ പോക്ക് അപകടത്തിലേക്കാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും കേന്ദ്രത്തിനെതിരെ അതിശക്തമായി തുറന്നടിച്ചു. RSS BJP കൂട്ടുകെട്ട് ഈ രാജ്യത്തെ നശിപ്പിച്ച വിഷം എന്നായിരുന്നു ACC അധ്യക്ഷൻ ഖർഗെ ആഞ്ഞടിച്ചത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയെ പരാജയപ്പെടുത്താൻ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിക്കേണ്ടതുണ്ടെന്നും എങ്കിൽ മാത്രമേ നമുക്ക് BJPയെ നേരിടാൻ കഴിയുന്നുവെന്നും ഖർഗെ 28 പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും സാക്ഷി നിർത്തിക്കൊണ്ട് ആഹ്വാനം ചെയ്തു ഈ റാലിയിൽ. ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്നും അതിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി പോരാടുമെന്നും ഖർഗെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉറപ്പു നൽകുകയായിരുന്നു. അപ്പോഴും വലിയൊരു ആശങ്കയായി നിൽക്കുന്നത് BJPയുടെ കൃത്രിമ ഇടപെടൽ തന്നെയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ EVM ആണ് അതിൽ മുന്നിൽ തന്നെ നിൽക്കുന്നത്. അതുപോലെ ഒത്തുകളിയും മാധ്യമങ്ങളെ വരുതിയിൽ വരുത്തുന്നതുമെല്ലാമാണ് പ്രതിപക്ഷത്തിന് എതിരായി വരുന്നത്. പക്ഷേ എന്ത് വൃത്തികെട്ട കളി BJP കളിച്ചാലും അതിനെല്ലാം അപ്പുറത്ത് ഈ രാജ്യത്ത് ജനാധിപത്യം വിജയിക്കുമെന്നും BJP 180 സീറ്റുകളിൽ ഒതുങ്ങുമെന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്.